അടുക്കളയിൽ രാവിലത്തെ കാപ്പി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ കണ്ടത് കൂറകൾ. മേശയുടെ ഒരരികിൽ തെല്ലുനേരം കിരുകിര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവളെ പേടിപ്പെടുത്തും വിധം തുറിച്ചു നോക്കി. പിന്നെ മേശയുടെ മറുഭാഗത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവൾ കാപ്പിയുമെടുത്ത് കിടപ്പറയിലേക്ക് നടന്നു. ഭർത്താവ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. സ്വിച്ചിട്ടപ്പോൾ കണ്ണിന് സുഖം തരുന്ന നനുത്ത വെളിച്ചം മുറിയാകെ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. കട്ടിലിലിരുന്ന് കപ്പിനു വേണ്ടി കൈനീട്ടിക്കൊണ്ട് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. മൗഢ്യം നിറഞ്ഞ മുഖത്തോടെ അയാൾ കാപ്പി കുടിക്കുന്നത് അവൾ നോക്കി നിന്നു. ഈ ദിനചര്യ എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു, അവൾ വിചാരിച്ചു. ഭർത്താവിൻ്റെ വിളറിയ മുഖവും നരച്ചു തുടങ്ങിയ രോമങ്ങളും കാണുമ്പോഴെല്ലാം അവൾക്ക് അനുകമ്പ തോന്നിയിരുന്നു. ഈ അനുകമ്പ ഒന്നു മാത്രമാണ് അവളെ ഒരു ലഹളക്കാരിയാക്കാതെ അടക്കി നിർത്തിയിരുന്നത്. തളത്തിൽ കൂടി ഒഴിഞ്ഞ കപ്പുമെടുത്തു മടങ്ങുമ്പോൾ ഡിസ്റ്റംബർ തേച്ച ചുവരിൽ കറുത്ത ചെറിയ ഒരു ജന്തു അരിക്കുന്നതായി അവൾക്ക് തോന്നി. അത് നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒരു സഹജ പ്രേരണയിൽ അവൾ നീങ്ങി നിന്നില്ല. അടുക്കളയിൽ ഇപ്പോൾ കൂടുതൽ കൂറകളുണ്ടായിരുന്നു. അവ കിരുകിര ശബ്ദമുണ്ടാക്കി മേശമേലും ചുവരിന്മേലും അരിച്ചരിച്ച് നടന്നു. അടുക്കളയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് രണ്ട് കൂറകൾ പറന്നുവന്ന് അവളുടെ തലയിലിറങ്ങി. കൈവീശി അവയെ അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ കൂറകൾ വളരെയധികം ഉണ്ടായിരുന്നതിനാൽ അവൾക്ക് അവസാനം പിന്മാറേണ്ടി വന്നു. ഇതിനെപ്പറ്റി ഭർത്താവിനോട് പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ കിടപ്പറയിൽ ഭർത്താവ് എന്തിനോടോ യുദ്ധം ചെയ്യുകയായിരുന്നു. എന്തിനോടാണെന്ന് മനസ്സിലായത് അയാൾ യുദ്ധത്തിനിടയിൽ വായ പൊളിച്ച് കൂറ എന്ന വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്. അയാൾ കൂറയെ ഒരു ന്യൂസ് പേപ്പർ മടക്കി അടിക്കുകയായിരുന്നു. കൂറ അയാളെ കബളിപ്പിച്ച് പറക്കുകയും ചെയ്തു. അയാൾക്ക് ഒരുമാതിരി വട്ടം തിരിയേണ്ടി വന്നു. ഇതുകൊണ്ട് ഒരു ഫലവുമില്ല, അവൾ പറയാൻ വിചാരിച്ചു. അടുക്കളയിൽ ഒരു 100 എണ്ണമെങ്കിലും കാണും. പക്ഷേ അവൾ ഒന്നും പറയാതെ ഭർത്താവ് ചത്ത കൂറയെ കടലാസ് കൊണ്ട് കോരിയെടുത്ത് ജാലകത്തിലൂടെ പുറത്തേക്കെറിയുന്നതും നോക്കി നിന്നു. ഇത് നല്ല പൂരം, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അല്ലേ, ഈ ഫ്ലാറ്റിൽ ഒരൊറ്റ കൂറയുണ്ടായിരുന്നില്ല. തങ്ങളുടെ ഫ്ലാറ്റിൽ ഇതുവരെ ഒരൊറ്റ കൂറ പോലും ഉണ്ടായിരുന്നില്ലെന്നത് പക്ഷേ അവൾ ഇതുവരെ ഓർത്തിരുന്നില്ല. ഭർത്താവിൻ്റെ അത്ഭുതം അസ്ഥാനത്തായിരുന്നില്ല. ആ പരിസരത്തിൽ അയാൾക്ക് കുറേയധികം പരിചയക്കാരുണ്ട്. ആരും ഇതുവരെ കൂറകളെപ്പറ്റി ആവലാതിപ്പെട്ടിട്ടില്ല. അവൾ അടുക്കളയിലേക്ക് മടങ്ങി. ഭർത്താവിന് പ്രാതൽ 8 മണിക്കുള്ളിൽ തയ്യാറാക്കണം. എങ്കിലേ അയാൾക്ക് 8:30-ക്കുള്ളിൽ ട്രാം കിട്ടുകയുള്ളൂ. ഡൽഹൌസി സ്ക്വയറിലുള്ള ഓഫീസിൽ 9-ന് എത്തേണ്ടതാണ്. ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചുകൊള്ളാം, അവൾ വിചാരിച്ചു. മാർക്കറ്റിൽ പോകുമ്പോൾ കുറച്ച് കൂറ വിഷം വാങ്ങണം. മാർക്കറ്റിലേക്ക് അധികം ദൂരമുണ്ടായിരുന്നില്ല. സതേൺ അവന്യൂവിലൂടെ നടക്കുമ്പോൾ കൂറകൾ അവളെ തീരെ അലട്ടിയില്ല. അവൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. വൈകുന്നേരം ഡോക്ടറെ കാണുന്നതിനെപ്പറ്റി. ഇത് വളരെ നിസ്സാരമാണ്, ഭർത്താവ് സംശയിച്ചുകൊണ്ട് പറഞ്ഞത് അവൾ ഓർത്തു. വളരെ നിസ്സാരം. ഒരു ഇഞ്ചക്ഷൻ മാത്രം, ഒരു ലവലേശം വേദന. ആദ്യമെല്ലാം അവൾ എതിർത്തു, ശക്തിയായി എതിർത്തു. സുഖകരമായ ആ ഭാരത്തെ ഏറ്റാനുള്ള സ്വന്തം അവകാശത്തെ വീറോടെ രക്ഷിക്കുവാനുള്ള ആവേശത്തോടുകൂടി. അപ്പോൾ അയാൾ ആ തീരുമാനമെടുക്കാനുണ്ടായ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2 കുട്ടികളെ പോറ്റിപ്പുലർത്തണം, അവർക്ക് വിദ്യാഭ്യാസം നൽകണം. മൂത്തത് പെൺകുട്ടിയാണ്. അവൾക്ക് സാമാന്യം ഒരു വിദ്യാഭ്യാസം നൽകിയാൽ മതി. പക്ഷെ മകന് നല്ല സാങ്കേതിക വിദ്യാഭ്യാസം തന്നെ നൽകണം. ജോലിയുടെ മാർക്കറ്റ് വളരെ ടൈറ്റാണ്, അയാൾ പറഞ്ഞു. അവന് നല്ല വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ അവൻ നശിക്കും. പുറമെ മറ്റ് ചെലവുകളും കൂടി ഉണ്ടായിരുന്നു. വീട്ടുവാടക, ഇലക്ട്രിസിറ്റി, അലക്കുകൂലി മുതലായവ. പണിക്കാരത്തി തള്ളയ്ക്ക് ശമ്പളവും കൊടുക്കണം. കൽക്കത്തയെപ്പോലുള്ള ഒരു നഗരത്തിൽ ജീവിക്കുക വിഷമം തന്നെയാണ്. താൻ വഴങ്ങേണ്ടി വരുമെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ അത് മനം മടുപ്പിക്കുന്നതായിരുന്നു.
തൻ്റെ വയറ്റിൽ വളർന്നു വരുന്ന ജീവനെപ്പറ്റി അവൾക്ക് ദുഃഖം തോന്നി. ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ജീവിക്കാൻ ഇടയായവരുടെ നിലനിൽപ്പ്. അതിൽ കടന്നു വരുന്നവരെ ചെറുക്കുവാനുള്ള ഈ പ്രാകൃത മനസ്ഥിതി മനം പുരട്ടുന്നതായിരുന്നു. പക്ഷേ അത് സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. അവൾ മക്കളെക്കുറിച്ചോർത്തു. അവരെ വേനലൊഴിവിന് വീട്ടിലേക്ക് അയച്ചത് നന്നായി. അവരുടെ അഭാവത്തിൽ അവൾക്ക് അസ്വാസ്ഥ്യമുണ്ട്. പക്ഷേ അതാണ് കുറെ ഭേദം. അവരെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ അമ്മാവൻ്റെ അടുത്ത് അവർക്ക് കൂടുതൽ സുഖമായിരിക്കും. മാർക്കറ്റിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. പുതിയ പച്ചക്കറികളുടെ വാസന വായുവിൽ തങ്ങി നിന്നിരുന്നു. പക്ഷേ അവൾ സ്വന്തം കുട്ടികളെക്കുറിച്ചും വൈകുന്നേരം ഡോക്ടറെ കാണേണ്ടതിനെക്കുറിച്ചും ആലോചിച്ചു. പുറത്തു വന്നപ്പോൾ തെരുവിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. തെരുവ് പൊടി നിറഞ്ഞതുമായിരുന്നു. കുറെ ആളുകൾ നീണ്ടു ചുവന്ന ബാനറുകൾ പിടിച്ചു നടന്നിരുന്നു. ബാനറുകളെല്ലാം ബംഗാളിയിലായിരുന്നതിനാൽ അവൾക്ക് മനസ്സിലായില്ല. അവർ ഉറക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു ജാഥ നയിക്കുകയായിരുന്നു. വിപ്ലവം ജയിക്കട്ടെ, ഞങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കിട്ടണം. ജാഥ വളരെ നീണ്ടതായതിനാൽ റോഡ് മുറിച്ചു കടക്കാൻ അവൾക്ക് ഫുട്പാത്തിൽ കാത്തു നിൽക്കേണ്ടി വന്നു. പ്രക്ഷോഭകർ സാവധാനത്തിൽ നീങ്ങിപ്പോകുന്നത് അവൾ നോക്കി നിന്നു. അവർ ഉറക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മുഷ്ടികൾ ആകാശത്തിൽ ഉയർത്തുകയും ചെയ്തു. പെട്ടെന്നവൾ തൻ്റെ അടുക്കളയിൽ കടന്നുകൂടിയ കൂറകളെ ഓർത്തു. ഇപ്പോൾ തന്നെ മറന്നുപോയിരുന്നു. മരുന്ന് ഷാപ്പ് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. കൗണ്ടറിലുണ്ടായിരുന്ന ഒരു മന്ദനെ പോലെ തോന്നിച്ച പയ്യനോട് അവൾ കൂറപ്പൊടിയുണ്ടോ എന്ന് ചോദിച്ചു. ഇംഗ്ലീഷിൽ ചോദിച്ചതുകൊണ്ട് അവന് മനസ്സിലായില്ലെന്ന് സ്പഷ്ടം. ഇല്ല, അവൻ പറഞ്ഞു. ഇവിടെയില്ല. പിന്നെ? അവളുടെ മുഖത്ത് അത്ഭുതം സ്ഫുരിക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, നിൽക്ക്. അവൾ നിന്നു. പയ്യൻ ക്യാഷ് കൗണ്ടറിൽ പോയി നീണ്ടുമെലിഞ്ഞ ഒരാളുമായി അടക്കിയ സ്വരത്തിൽ സംസാരിച്ചു. നീണ്ട മനുഷ്യൻ കൗണ്ടറിൽ വന്ന് അവൾക്ക് കോക്രോച്ച് പൗഡർ തന്നെയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു. അവൾ തലയാട്ടി. അയാൾ ചില്ലലമാരികളിൽ ഒന്നിൽ നിന്ന് ഒരു ചുവന്ന പാക്കറ്റെടുത്ത് അവൾക്ക് കൊടുത്തു. ഒപ്പം അത് ഉപയോഗിക്കേണ്ടതിനെപ്പറ്റി വിശദ വിവരങ്ങളും. തനിക്കതറിയാമെന്ന് പറഞ്ഞ് അവൾ അയാളുടെ നാവടക്കി. പക്ഷേ അയാളത് ശ്രദ്ധിക്കാതെ വീണ്ടും ആദ്യാവസാനം തുടങ്ങുമെന്നായപ്പോൾ അവൾ പറഞ്ഞു, നന്ദി. അയാൾ തൻ്റെ വാചകമടി നിർത്തി ഒരു മുന്നറിയിപ്പോടെ, ഇത് വിഷമാണ് കേട്ടോ, ഭയങ്കര വിഷം. വൈകുന്നേരം ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഇതേ വാക്കുകൾ ഒരു അസ്വാസ്ഥ്യത്തോടെ അവൾ വീണ്ടും ഓർമ്മിച്ചു. ഡോക്ടർ ഒരു തടിച്ച സ്ത്രീയായിരുന്നു. അവർ അവളുടെ കുട്ടികളെക്കുറിച്ച് അന്വേഷിച്ചു. രണ്ടുപേരും സ്കൂളിൽ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലേ? അതെ. പെട്ടെന്ന് നേരിയ സൂചി അവളുടെ മേൽ താഴ്ന്നിറങ്ങുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. ഏയ്, സാരില്ല, ഡോക്ടർ പറഞ്ഞു. വേവലാതിപ്പെടാൻ ഒന്നുമില്ല. ടാക്സിയിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു. യാത്ര സുഖകരമായിരുന്നു. പക്ഷേ അവൾ വല്ലാതെ വിഷമിച്ചു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ തൻ്റെ അടിവയർ തലോടി. പെട്ടെന്ന് ശക്തിയായ തേങ്ങലുകൾ മാറിൽ നിറഞ്ഞു. അവളെ ശ്വാസം മുട്ടിച്ചു. ഏകാന്തതയിലിരുന്ന് മതിയാവോളം കരയാൻ അവൾക്ക് തോന്നി. ഇപ്പോഴെങ്കിലും ഭർത്താവ് പശ്ചാത്തപിച്ചെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അവൾ ആശിച്ചു. പക്ഷേ അയാളുടെ മുഖത്ത് പശ്ചാത്താപത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അയാൾ പുറത്തേക്ക് തുറിച്ചു നോക്കുകയായിരുന്നു. കിടപ്പറയിലെ തെളിഞ്ഞ വെളിച്ചത്തിൽ അവളുടെ മുഖം വിളറി ക്ഷീണിച്ച് കാണപ്പെട്ടു. ഭർത്താവ് പേടിച്ചു. നിനക്കെന്തുപറ്റി? എനിക്കൊന്നുമില്ല, അവൾ പറഞ്ഞു. ഒരു ചെറിയ തലവേദന, സാരിഡോൺ കഴിക്കാം. ഒരു ഗുളികയുണ്ടോ? അവൾ കട്ടിലിൽ കിടന്നു. ഭർത്താവ് വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. മനസാക്ഷിയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്, അവൾ വിചാരിച്ചു. ഇപ്പോൾ എനിക്കൊരു അപരാധബോധം തോന്നുന്നു. പക്ഷേ അത് ചെയ്യാതെ നിവൃത്തിയില്ല. വേറെ വഴിയൊന്നുമില്ല. ഇക്കാലത്ത് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ചിറകടി കുറെയൊക്കെ കേട്ടില്ലെന്ന് നടിക്കുക തന്നെ വേണം. നാളെ ഈ പേടി സ്വപ്നത്തിൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോകുമ്പോൾ സുഖമായി ജീവിക്കാം.
കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. അവൾ വിചാരിച്ചു. എനിക്ക് അവരെ കാണാതെ ഇരിക്കാൻ വയ്യ. 15 ദിവസം വളരെ ദീർഘിച്ചതായിരുന്നു. ഈ ഏകാന്തത എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. എനിക്കെൻ്റെ കുട്ടികളെ ചുറ്റും കാണണം. ഭക്ഷണം അവർ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് മുൻപ് തന്നെ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് അത് വിളമ്പി കഴിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. ഊണ് കഴിച്ചപ്പോൾ അവൾക്ക് കുറെ ഭേദം തോന്നി. ഭർത്താവ് ആ ചുവന്ന പൊടി കാർഡ്ബോർഡിന്റെ കഷ്ണങ്ങളിൽ ചെറിയ കൂമ്പാരങ്ങളായി എടുത്ത് ഓരോ മൂലയിൽ വയ്ക്കുന്നത് അവൾ നോക്കി നിന്നു. അടുക്കളയിൽ കൂറകൾ ടിന്നുകളുടെ മൂടികളിൽ കിരുകിരാ ശബ്ദമുണ്ടാക്കി പറന്ന് ചുവരിൽ ചെന്നിടിക്കുന്ന ശബ്ദം കേട്ടു. പരക്കം പാച്ചിൽ തുടങ്ങി. മരണവെപ്രളമാണ്, അവൾ വിചാരിച്ചു. അവൾ കിടപ്പറയിലേക്ക് പോയപ്പോൾ ഭർത്താവ് കിടന്നു കഴിഞ്ഞിരുന്നു. അവൾ വിളക്കണച്ച് കട്ടിലിൽ പോയി കിടന്നു. തെരുവ് വിളക്കിന്റെ പ്രകാശം ജാലകത്തിലൂടെ അരിച്ചു വന്നു. ഭർത്താവ് ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തിരിഞ്ഞ് അവളെ കൈകൊണ്ടു വരിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഭേദമുണ്ട്, അവൾ പറഞ്ഞു. എനിക്കിപ്പോ ഒരസുഖവുമില്ല. അയാൾ അവളുടെ പുറത്ത് സ്നേഹപൂർവം തട്ടി കവിളിൽ ചുംബിച്ചു. നാളേക്ക് നിനക്ക് എല്ലാം ഭേദമാവും. അങ്ങനെ ഒരു ഉറപ്പ് ഭർത്താവിൽ നിന്നും കിട്ടാൻ അവൾ കാത്തിരിക്കുകയായിരുന്നു. അവൾക്ക് ആശ്വാസം തോന്നി. സാവധാനത്തിൽ അയാളുടെ ആലിംഗനം അയഞ്ഞു വരുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. അയാളുടെ ശ്വാസം താളക്രമത്തിലായി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഗാഢനിദ്രയിലായി. കുറച്ചു നേരത്തിന് അവൾ ടൈം പീസിന്റെ ടിക് ടിക് ശബ്ദവും പുറത്ത് തെരുവിൽ ഒരു വാഹനത്തിന്റെ ഇരമ്പൽ വിദൂരതയിൽ ലയിക്കുന്നതും ശ്രദ്ധിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ അവൾ കറുത്ത ജീവികൾ പറന്നു വരുന്നത് കണ്ടു. കൂറകൾ. അവ ആയിരക്കണക്കിനുണ്ടായിരുന്നു. കൂറകൾ ഒരു ജാഥ നയിക്കുന്നു. അവൾക്ക് ചിരി വന്നു. സ്വപ്നത്തിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പക്ഷേ കൂറകൾ അതുതന്നെയായിരുന്നു ചെയ്തിരുന്നത്. ജാഥ തെരുവിൽ തടിച്ചുകൂടി. അവ ഉറക്കെ മുദ്രാവാക്യങ്ങൾ അട്ടഹസിക്കുകയും മേലോട്ടും താഴോട്ടും ക്ഷോഭിച്ച് പറക്കുകയും ചെയ്തു. ചില കൂറകൾ ഉയർത്തിപ്പിടിച്ച ബാനറുകൾ കണ്ടപ്പോഴാണ് അവൾക്ക് കൂടുതൽ ആശ്ചര്യം തോന്നിയത്. എനിക്ക് ഭ്രാന്തു പിടിക്കും, അവൾ വിചാരിച്ചു. ജാഥ കൂടുതൽ പ്രക്ഷുബ്ധമായി. ചില കൂറകൾ വിമാനാക്രമണം പോലെ അവളുടെ നേർക്ക് പറന്നു വന്നു. അവൾ ഒരു നിലവിളിയോടെ ഉണർന്നു. അപ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ സന്തോഷിച്ചു. അവൾ ഭർത്താവിനോട് ചേർന്ന് കിടന്നു. ഉറക്കം കൺപോളകളെ കനപ്പിക്കുന്നത് ശ്രദ്ധിച്ചു. അവൾ വളരെ നേരമുറങ്ങി. ഉണർന്നപ്പോൾ സൂര്യകിരണങ്ങൾ മുറിയിലേക്ക് അരിച്ചു വന്നു തുടങ്ങിയിരുന്നു. നിലത്ത് അവൾ കൂറകളെ കണ്ടു. ചത്തുമലച്ച കൂറകൾ. അവൾ ശൈത്യകാലത്ത് മരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കരിയിലകളെക്കുറിച്ചും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അമ്മയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചു കഴിഞ്ഞ പുതിയ ജീവന്റെ കണികയെക്കുറിച്ചും ഓർത്തു. അവൾ വ്യസനിച്ചു.